കേരളത്തിലെ നീതിപീഠങ്ങളിലെ ചരിത്രത്തിൽ മറ്റൊരു കേസിന് വേണ്ടിയും കോടതികൾ ഇത്രയധികം സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഹർജികളും ഉപഹർജികളും അപ്പീലുകളുമായി 100ഓളം കേസുകളാണ് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവിധ കോടതികൾക്ക് പരിഗണിക്കേണ്ടി വന്നത്. കോടതി മുറിയിൽ നിന്നും പ്രതികളെ നാടകീയമായി അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് നീതിന്യായ ചരിത്രത്തിലെ വേറിട്ട അധ്യായമായി. അങ്കമാലിയിലെ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ 7 കോടതികൾ പലതവണ കേസ് പരിഗണിച്ചു. കുറ്റകൃത്യം നടന്ന സ്ഥലമെന്ന നിലയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആരംഭം. അറസ്റ്റിലായ പ്രതികളെ ഹാജരാക്കിയതും പ്രതികളുടെ ആദ്യ ജാമ്യാപേക്ഷകൾ വന്നതും അവിടെ തന്നെ. 8ാം പ്രതിയായ നടൻ ദിലീപ് മുതൽ 1ാം പ്രതിയായ പൾസർ സുനി വരെ പലതവണ പല കോടതികളെ സമീപിച്ചതിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. ഒരു ജാമ്യാപേക്ഷ തള്ളി 3ാം ദിനം വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ഹൈക്കോടതിയിൽ 25,000 രൂപ പിഴയൊടുക്കേണ്ടി വന്നു പൾസർ സുനിക്ക്. നടൻ ദിലീപ് തന്നെയാണ് ഹർജികളുടെ എണ്ണത്തിൽ മുമ്പൻ. 50-ലധികം ഹർജികൾ ദിലീപ് വിവിധ കോടതികളിലായി നൽകി. പലതവണ പല കോടതികളിൽ നൽകിയ ജാമ്യാപേക്ഷകൾ കൂടാതെ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക ഹർജിയുമായി ദിലീപ് ഹൈക്കോടതിയിലെത്തി. പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ദിലീപിന് തന്നെ പിൻവലിക്കേണ്ടി വന്നു. അന്വേഷണ ഏജൻസിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ദിലീപ് 2 തവണ കോടതിയിലെത്തി. അതിലൊന്ന് CBI അന്വേഷണം ആവശ്യമായിരുന്നു. രണ്ടും കോടതി തള്ളി. പൾസർ സുനി പകർത്തിയ നടിയുടെ ദൃശ്യങ്ങളും രേഖകളും ആവശ്യപ്പെട്ടുള്ള ഹർജി, വിചാരണ അനന്തമായി നീട്ടുന്നതിനെതിരെ മറ്റൊരു ഹർജി, അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് കോടതിയിൽ നിന്ന് രേഖകൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുന്നതായി ആരോപിച്ചുള്ള ഹർജി, അങ്ങനെ പോകുന്നു ആ പട്ടിക. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിനായി സർക്കാരും അതിജീവിത തന്നെയും പലതവണ നീതിപീഠത്തെ സമീപിച്ചു. പ്രത്യേക കോടതിയും വനിതാ ജഡ്ജിയും ഇതായിരുന്നു അതിജീവിതയുടെ ആവശ്യം. ഒരു ഘട്ടത്തിൽ വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യവുമായി നടി കോടതിയിലെത്തി. ദൃശ്യങ്ങൾ ചോർന്നതിനെതിരെ തൻ്റെ സ്വകാര്യ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടി സുപ്രീം കോടതിയെയും സമീപിച്ചു. ദൃശ്യങ്ങൾ കോടതി മുറിയിൽ നിന്ന് ചോർന്ന സംഭവം പലതവണ കോടതി കയറി. തെളിവ് നശിപ്പിക്കുന്നതിനായി ദിലീപ് ഫോൺ രേഖകൾ ശാസ്ത്രീയമായി നശിപ്പിച്ച സംഭവത്തിനെതിരെ നടന്ന കോടതി വ്യവഹാരം നിയമ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ ഇടം നേടി. കോടതി മുറിയിൽ നിന്നും പ്രതികളെ നാടകീയമായി അറസ്റ്റ് ചെയ്തതും പോലീസിനെതിരായ അഭിഭാഷകരുടെ പ്രതിഷേധവും ഇതിനിടെ കേരളം കണ്ടു. 2017 ഫെബ്രുവരി 17 അത്. പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ പൾസർ സുനിയെയും കൂട്ടാളി വിജീഷിനെയും പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മുഖ്യ തെളിവായ പെൻഡ്രൈവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിന് പൾസർ സുനിയുടെ 2 അഭിഭാഷകർക്കെതിരെ പോലീസിന് കേസെടുക്കേണ്ടി വന്നതാണ് ഈ കേസിനെ ശ്രദ്ധേയമാക്കിയ മറ്റൊരു സംഭവം. നീണ്ട 8 വർഷങ്ങൾ, എണ്ണമറ്റ വ്യവഹാരങ്ങൾ. നമ്മുടെ കോടതികൾ ഒരു കേസിനു വേണ്ടിയും ഇത്ര സമയം നീക്കിവെക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.